കൃത്യമായൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാർ പറഞ്ഞ വിവരമാണ് നമ്മുടെ അടുത്തുള്ളത്. ആന ഇതിലൊരു കുഴപ്പമെന്ന് പറയുന്നത് ഈ റേഡിയോ കോൾ എന്നുള്ള സിഗ്നൽ 20 മിനിറ്റിന് ശേഷമേ അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ 20 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന സമയത്ത് 20 മിനിറ്റ് ആന സഞ്ചരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഈ ലൊക്കേഷൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഉന്നതാധികാരികൾ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉന്നതാധികാരികളുടെ പിടിപ്പുകേടാണ് ഇത് ഇത്ര സംഭവിക്കാൻ കാരണം. കാരണം ഞാൻ 40 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കേരളത്തിന്റെ ചീഫ് വൈൽഡ് വാർഡന് അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ ഉത്തരവ് കൊടുക്കാൻ വേണ്ടി കഴിയണം. കാരണം തണ്ണീർക്കൊമ്പനോട് വന്ന സമയത്ത് രാവിലെ 7 മണിക്ക് ഞങ്ങൾ പറഞ്ഞു അടിയന്തരമായിട്ട് ഇതിനെ മയക്കുടി വെച്ച് പിടിച്ചുകൊണ്ടുപോകണമെന്ന് പറഞ്ഞു. വൈകുന്നേരം 3 മണിവരെ അദ്ദേഹം ഉത്തരവ് കൊടുത്തിട്ടില്ല. അവസാനം മുഖ്യമന്ത്രി ഇടപെട്ടതിന് ശേഷമാണ് ഉത്തരവ് കൊടുക്കുന്നത്. ഇന്നലെ രാവിലെ ഞങ്ങൾ പുലർച്ചെ തന്നെ വിളിച്ചു പറഞ്ഞു അടിയന്തരമായിട്ട് ഈ ആന പിടിക്കണം. കാരണം കോളറേഡ് പിടിപ്പിച്ച കർണാടകത്തിലെ ആന കുഴപ്പക്കാരുടെ ആനയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. കോളറേഡി വെക്കേണ്ട കാര്യമില്ല ഇതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ മയക്കൊടി വെക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ 3:30-4 മണിക്കാണ് ഓർഡർ കിട്ടുന്നത്. ആ സമയത്തിന് മുമ്പ് ആനയെ മയക്കുടിച്ച് പിടിച്ച് കൊണ്ടുപോകാമായിരുന്നു. തികച്ചും നിരുത്തരവാദമായ പെരുമാറ്റം രാത്രിയാവുകയും ചെയ്തു. ഇന്നലെ രാത്രിയിൽ മനോഹര ചാനലിൽ ഞാൻ കൃത്യമായി പറഞ്ഞു ആന നമുക്ക് പിടിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം രാത്രിയായി കഴിഞ്ഞിട്ട് ആന പുറത്തേക്ക് ഇറങ്ങിപ്പോവും. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇതിലെന്ത് ചെയ്യണം? എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിനകത്ത് ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിൽ സ്ഥലം DFOയ്ക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും സ്ഥലം SP-ക്കും കൂടി തീരുമാനം എടുത്തുകൊണ്ട് ഇത്തരം ആനകളെ മയക്കുടി വെക്കാനുള്ള അധികാരം കൊടുക്കാൻ വേണ്ടി കഴിയണം. നട്ടലുള്ള ഭരണാധികാരികളുണ്ടാവണം. ഇക്കാലത്തല്ല, എല്ലാ കാലത്തെ അനുഭവമാണ്. ഇന്നത്തെ മാത്രം ഞാൻ പറയുന്നില്ല. അതിന് ഭരണാധികാരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് 2013 എല്ലാ ആനകളും ശല്യക്കാരെ പിടിച്ചു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാർ ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് തിരുനെല്ലി പദ്ധതികൾ നിവേദനം കൊടുത്തു. ആ നിവേദനത്തിന്റെ ഭാഗമാണ് ഇന്ന് ആന പിടിച്ചു മാറ്റാൻ തീരുമാനം വന്നത്. അതാണ് വടക്കനാട് കൊമ്പനെയും ഒക്കെ ബത്തേരി പിടിക്കാനുണ്ടായ കാരണം 2016 ആ തീരുമാനം നിലനിൽക്കുന്നുണ്ട്. അന്ന് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സാർ ഇത് പാരിസ്ഥിതിക വിഷയം വരും, ആ പാരിസ്ഥിതിക വിഷയം ആനെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗണേഷ് കുമാർ മിനിസ്റ്റർ പറഞ്ഞൊരു വാക്കുണ്ട്, തിരുനെല്ലി ഐബിരിച്ച് പറഞ്ഞാണ് ഞാൻ കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രിയാണ്, ഞാനെടുക്കുന്ന തീരുമാനം അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. ആ നവംബർ മാസ തണുപ്പിൽ ആ ഫോറസ്റ്റ് നിന്ന് വേർത്തു എന്നുള്ളതാണ്. ആ ഉത്തരവാണ് 2016 വടക്കനാട് കൊമ്പനെയൊക്കെ പിടിക്കാൻ. വടക്കനാട് കൊമ്പനൊക്കെ ഇന്ന് ഫോറസ്റ്റിന്റെ ഭാഗമാണ്, മാന്യനായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില പാരിസ്ഥിതിവാദികളുണ്ട്. പാരിസ്ഥിതിവാദികൾ എന്താ പറയുന്നത് ആനകളെ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. തീർച്ചയായും അനീഷ്, ഇത്തരം പ്രതികരണങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തുടരുക. വാർത്ത